അങ്ങനെ ഞങ്ങൾ ഇന്ന് പ്രാഗിലെത്തിയിരിക്കുന്നു അല്ലേ റോബി? ലിയോണ അവിടെ പൂക്കുറ്റി ഉറക്കം. 11 മണി. ഞങ്ങൾ ലേറ്റ് ആയി, ഫ്ലൈറ്റ് ലേറ്റ് ആയിരുന്നു. എന്നാലും ഇവിടെ എത്തി, ഊബർ എടുത്ത് വന്നു. റോമി ഉറങ്ങി, എല്ലാവരും തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വന്ന് കുളിച്ച് കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് സമയം കിട്ടിയില്ല. ഞങ്ങളുടെ എയർബിഎൻബി ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. വിശദമായിട്ട് പിന്നെ കാണിക്കാം. ഇപ്പോൾ ഞാനൊരു കോഫി കുടിക്കുന്നു. റോമിയ അവിടെ അവന്റെ കോട്ടിലിരിക്കുന്നു. ലിയോണ ഉറങ്ങുന്നു. ലിയോപ്പി എണീക്കടി. ഗുഡ് മോർണിംഗ് ലിയോണ. അങ്ങോട്ടല്ലടി. അങ്ങനെ ഞങ്ങളെല്ലാം റെഡിയാ. റോമിനെ ഒന്ന് കാണിച്ച്. നീ അവിടെ നിർത്തിക്കേ, അത് കുഴപ്പമില്ല. നിർത്തവിടെ. റോമി അവിടെ റെഡി ആയിട്ടുണ്ട്. പാവ കുറെ ലെയർ ചെയ്ത്. ലിയോണ അവിടെ റെഡി, ഞാനും റെഡി. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാ. ഇവിടുത്തെ ഒരു ലോക്കൽ കടയിൽ ഞങ്ങൾ വന്നേക്കുവാണ്. ഒരു ട്രഡീഷണൽ ചെക്കിയ ലഞ്ച് /പബ് ഇതാണ് ഇവരുടെ മെനു. ഞങ്ങൾ ഇതിനകത്ത് ഞാൻ ഓർഡർ ചെയ്തത് ബീഫ് ഷിൻ ഗുലാഷ് വിത്ത് ബ്രെഡ് ഡംപ്ലിങ്സ്, അലൻ കൺട്രി സ്റ്റൈൽ റോസ്റ്റ് പോർക്ക്. പിന്നെ ഓരോ ഡെയിലി മെനു ആണെന്ന് തോന്നുന്നു. ഓരോ ഡെയിലി അന്നത്തെ സ്പെഷ്യൽ. ഞാൻ ഒരു ബിയർ ലെമണേഡ് ഓർഡർ ചെയ്തു. നല്ലൊരു ആംബിയൻസ്. ഇവിടെ ഇംഗ്ലീഷ് സംസാരിക്കും, എന്നാലും കുറവാണ്. താങ്ക് യു. ടീ വന്നു. നാരങ്ങ സെപ്പറേറ്റ് നമുക്ക് സ്ക്വീസ് ചെയ്യാം. സെപ്പറേറ്റ് ഹണിയാണോ അത്? ഹണിയും ഉണ്ട്. എനിക്കിവിടെ വലിയൊരു ബിയർ വന്നു, ഫൈൻഡിനേക്കാളും വലിയൊരു ഗ്ലാസ്സിൽ. 1 ലിറ്റർ ഉണ്ടോ തന്നെ സംശയമുണ്ട്, അത്രയും ഉണ്ടാവും. പക്ഷെ നല്ല ടേസ്റ്റ് ആണ്. ബിയറിന് നല്ല ടേസ്റ്റ്, ലെമണേഡ് ടേസ്റ്റ്. നമ്മുടെ ഫുഡ് വന്നു. ഫുഡ് വന്നു. നിന്റെ ഗുലാഷ് ബീഫാണ്, എന്റെ പോക്കാണ്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച്, ഫുഡ് ഗംഭീരമായിരുന്നു അല്ലേ ലിയോണ? ഞങ്ങൾ എന്നിട്ട് അടുത്ത കുറച്ച് സ്പോട്സ് കാണാൻ വേണ്ടി പോവാണ്. ഇന്ത്യൻ റെസ്റ്റോറന്റ് ആൻഡ് ബാർ. ഇവിടെ റോഡിലും ഫുട്പാത്തിലേക്ക് കോബിൾ സ്റ്റോൺ ആയിട്ട് നടക്കാൻ കുറച്ച് പാടുണ്ടല്ലേ. സ്ട്രോളർ കൊണ്ട് ഉരുട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നല്ല ഭംഗിയുള്ള, അവിടെ നോക്കിയാൽ ഇതുപോലെ പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ പഴയ നാളിൽ ഇന്റീരിയർ ഒക്കെ അവര് റെനോവേറ്റ് ചെയ്ത് അടിപൊളിയാക്കി പുതിയ സ്ഥലങ്ങൾ. പക്ഷെ അവര് എക്സ്റ്റീരിയർ അതുപോലെ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് നൈസ്. അതിമനോഹരമായ നിരത്തുകളിലൂടെയുള്ള ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. എവിടെ നോക്കിയാലും അതെ, അത് തന്നെ. എവിടെ നോക്കിയാലും അതൊരു പള്ളിയാണെന്ന് തോന്നുമല്ലോ. ഇവിടെയും കഞ്ചാവ് ലീഗലാന്ന് തോന്നുന്നതേ ആണ്. അല്ല പിന്നെ അത് ശരി. മേടിക്കണോ? ഓസ്ട്രേലിയയിലോട്ടൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല.
അസ്ട്രോണോമിക്കൽ ക്ലോക്ക് ആണ്. അതുപോലെ സ്ക്വയർ അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തിന്റെ പേരാടി എന്തോ ഒരു സ്ക്വയർ ആണ്, എന്തോ ഒരു ഓൾഡ് ടൗൺ സ്ക്വയർ, അല്ലെങ്കിൽ പഴയ ടൗണിന്റെ മലയാളം എന്നാ, പഴയ ടൗൺ ചത്തുരം. അതിമനോഹരമായിരിക്കുന്നു. അങ്ങനെ ഓൾഡ് ടൗൺ സ്ക്വയറിന്റെ സെന്ററിൽ ഞങ്ങൾ നിൽക്കുക. ഇപ്പോഴും ചെറിയ വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്, പക്ഷെ നല്ലതാണ്. നല്ല ക്ലിയർ സ്കൈ ഒക്കെയാണ്. സോ അടിപൊളി. ഇപ്പോഴത്തെ ബിൽഡിങ്സ് ഒന്നും രക്ഷയില്ല. അപ്പൊ നമ്മള് ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്ക്വയർ സിറ്റിയിലാണ് നമ്മളിപ്പം. ഇവിടുത്തെ ബിൽഡിംഗ് രസമാണ്. ആഹാ, സണ്ണും കൂടെ വന്നപ്പോ അടിപൊളി അല്ലേ. ഇപ്പൊ നമ്മൾ ഇവിടുത്തെ ഒരു പള്ളിയിലോട്ട് കയറാൻ പോവാം. ഇവിടുത്തെ ഓൾഡ് ടൗൺ ആണ്, ന്യൂ ടൗണിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് 10 minutes വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട്. ന്യൂ ടൗൺ അപ്പുറമല്ലേ? അല്ല, നമ്മുടെ ന്യൂ ടൗൺ അല്ലേ? അല്ലേ, ആണോ? എനിക്കറിയത്തില്ല. ഇവിടെ ഞങ്ങൾ സെയിം സ്ഥലത്ത് തന്നെയാണ്. അവിടെ തന്നെ ഒരു മോണിമെന്റ് പോലെ എന്തോ കാണാം. അതും ഒരു പള്ളിയാന്ന് തോന്നുന്നല്ലോടി. ഇപ്പൊ ഞങ്ങൾ കയറിയ പള്ളി ക്ലോസ്ഡ് ആണ്, പക്ഷേ അവിടെ പിന്നെ ക്യാമറയും അനുവദിക്കല്ല. അടിപൊളി ഒരു വെറൈറ്റി ഡിഫറെന്റ് പള്ളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചെറിയൊരു ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിക്കാൻ കയറി. എന്നിട്ട് ഞങ്ങൾ നടക്കും. ഇപ്പൊ ആക്ച്വലി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. നീ ഫോട്ടോ എടുത്തായിരുന്നോടി? ആ, എടി നാളെ ഒരു ദിവസം ഇവിടെ ഉണ്ടല്ലോ. അതിനവിടെ ഇല്ലേ കാനബീസ് ഷോപ്പ്? ഇവിടത്തെ അപ്പൊ കാണുമ്പോ മേടിക്കണം. ഞങ്ങളും പറയണ്ടേ? എടി ഇനി ഇരുട്ടുമ്പോ മുമ്പ് മേടിച്ചാ പോ. Seriously? എന്നാ തേങ്ങയല്ലേ വാങ്ങിയ? പശുക്കളെ കയറ്റിട്ടോ. എനിക്ക് ചുമ്മാ പരിപ്പാണ് പുറത്തോട്ട് ഇങ്ങോട്ട്. അയ്യോ, ഇനി അടുത്ത കയറ്റോ. ഞങ്ങളൊരു ജൂയിഷ് മ്യൂസിയം കാണാൻ വന്ന. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇതിനകത്ത് കുറെ കാണാൻ മാത്രം ഉണ്ടോന്നും അറിയത്തില്ല. പക്ഷെ മെയിൻ പ്രശ്നം ഫുൾ സ്റ്റെപ്പാ. റോമിനെ ചാർന്ന പഴുപ്പടം. എന്റെ അമ്മ, അയ്യോ മഞ്ഞായി തുടങ്ങിയടി. പഴയ പ്രായ ജൂയിഷ് ടൗണിലുള്ള ഇവരുടെ സിമിത്തേരിയിലൂടെയാണ് ഞങ്ങളിപ്പോൾ നടക്കുന്നത്.
della morte o delle esequie, secondo il calendario ebraico, dalla creazione del mondo, possiamo leggere la professione del defunto e le sue ഇപ്പൊ ചെയ്യുക റോമിച്ചന് വേണ്ടി സ്റ്റെപ്പ് എത്തിയിട്ടിരിക്കുകയാണ്. സോ സ്ട്രോളറിന് അവിടെ എവിടെ എന്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ സ്ട്രോളർ ഇങ്ങനെ പൊക്കി വെച്ച് തന്നാ പോരെ. ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ആണ്, എല്ലാ ബ്രാൻഡഡ് കഥകളും. നീ എന്നാ എടുക്കാനേ? മറന്നുപോയി. നിനക്ക് എല്ലാം അങ്ങനെയല്ലേ? നമുക്കൊരു സെൽഫി എടുക്കാമായിരുന്നല്ലോ. മോൺ ബ്ലാങ്ക്. ശരിക്കും ലണ്ടനേക്കാൾ ഇത്രയും ഓൾഡൻ ബിൽഡിങ്സ് ഉള്ള അതിന്റെ മെയിൻ റീസൺ എന്താ? കാരണം ഇപ്പൊ ജർമ്മനിയിലൊക്കെയാണ് വേൾഡ് വാറിൽ അതൊക്കെ തകർന്നു പോയി. അവരുടെ ബിൽഡിങ്സ് ഇവിടെ ആണ്. നടന്നില്ലേ? ഇല്ല, ഇവിടെ അത്ര വെടിയും പുകയൊന്നും നടന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഓൾഡ് ബിൽഡിങ്സ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ വാച്ചല്ലേ നസ്രിയയുടെ കൈ കിടക്കുന്ന? എനിക്കറിയത്തില്ല. അതെ. ആണോ? നസ്രിയ ബുൾഗാരിയുടെ ആണോ? ബുൾഗാരി അല്ലേ? അല്ല, അതപ്പുറത്ത്. അത് ബുൾഗാരി. അതിന്റെ ഒരു കുറവ് വേണ്ട. നമ്മുടെ 10ാമത്തെ ആനിവേഴ്സറിക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ലക്ഷറി. എനിക്ക് എന്നാ വേണ്ടെന്ന് ഞാൻ ആലോചിച്ചിട്ട് പറയാം. എന്താ? അതൊന്നും പോരാ, അതൊക്കെ ചെറുത്. റോളക്സും പോരാ. സ്വിറ്റ്സർലൻഡിൽ പോകുമ്പോ നോക്കാം. സ്വിസ് വാച്ചസ് നോക്കാം. ടിസോ അതെ, പക്ഷെ ടിസോ ഒക്കെ ബേസിക്കാ. ഞാൻ ചുമ്മാ പറഞ്ഞ എന്റെ ദൈവമേ. ടിഫനി ആൻഡ് കമ്പനി പിടിക്കാലോ. എല്ലാരും അതൊരു വാച്ച് കടയല്ലേ? അല്ല, അത് സെന്റ് ലോറന്റ് അല്ല. എന്നാ സെന്റ് ലോറ? എടി, അത് സെന്റ് ലോറന്റ് അല്ലേ? സെന്റ് ലോറന്റ്. ഇത് നമ്മളാ വന്ന സ്ഥലമല്ലേ ഇത്? അതെ. ഇവിടെയൊക്കെ മേടിക്കാൻ കയറുന്നവർക്ക് നല്ല കാശ് കാണുമായിരിക്കും അല്ലേ? ലൂയി വുട്ടണും കാർട്ടർ ഇല്ല. അവിടെ ഞങ്ങൾ നേരത്തെ വന്ന ആ സ്ക്വയറിൽ തന്നെ എത്തി. ഓൾട്ടർ നേരത്തെ നല്ല അടിപൊളി വെതർ ആയിരുന്നു, സണ്ണി ആയിരുന്നു. അതുകൊണ്ട് രസമായി. ഇപ്പൊ മണ്ണായി. സൺസെറ്റിനോ ടൈം 4 o'clock ആയി. സോ 4:30 ആകുമ്പോഴാണ്ടോ സൺസെറ്റ് ആവും. പക്ഷെ ഇത് വേറൊരു വൈബ്. എന്നാൽ ഓവർ കാറ്റില്ലാത്തത് കൊണ്ട് തണുപ്പ് അത്ര ബുദ്ധിമുട്ടില്ല. തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പിൽ കാറ്റുണ്ടെങ്കിൽ നമ്മൾ വിറയ്ക്കും. ഫുൾ സീറ്റ് ഇടിപ്പിക്കാം. അല്ല, ഈ തണുപ്പിലില്ലേ കാറ്റെങ്ങാനും ഉണ്ടെങ്കിലല്ലേ നമ്മൾ വിറക്കി. ഇപ്പൊ തന്നെ കൈയൊക്കെ മരച്ചു. പക്ഷെ നല്ലൊരു സുഖമുണ്ട്. റോമിച്ചിനെ ബ്രേക്ക് ഇട്. റോമിച്ചിനെ കയ്യും തൊട്ട് നോക്കിയടി. അവൻ വാമ. അവന്റെ തലയും തൊട്ട് നോക്കിയേ. എന്നാ കുഴപ്പമില്ല. ഇവൻ വാമ. നമ്മളെ അവൻ വാമ. ആക്ച്വലി അവൻ വാമാടി. അവൻ ഇത്ര സാധനം ഇട്ടല്ലേ ഇരിക്കുന്നത്. എടുത്ത നീ തള്ളു. നമ്മുടെ സ്വന്തം ലീബർ ക്രെയിൻ. ലീബറിന്റെ നാടായ ജർമ്മനിക്ക് അടുത്ത് ടവർ ക്രെയിൻ ആണ്. ബട്ട്
ഇവിടെ വന്നപ്പോ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, തണുപ്പാണെങ്കിൽ എല്ലാരും പുറത്തു നിന്ന് ബിയറടിയാ. അത് ഇവരുടെ സോസേജും പരിപാടി. വയറ് നടന്നില്ല കഴിക്കായിരുന്നു അല്ലേ? അല്ലേ, അത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഇവര് ഭയങ്കര ബിയറടി. ഉച്ചയ്ക്ക് മുമ്പേ ബിയറടി. തണുപ്പോ നമ്മുടെ അവിടെ ഓസ്ട്രേലിയൻ ആളെല്ലാരും ബിയർ അടിക്കും. സമ്മറിലാണ് ബിയറടിയുടെ അടി. ഈ തണുപ്പത്ത് ബിയറടിക്കാൻ ഇത്ര സുഖമുണ്ടോ? ബട്ട് എനിവേ, ഇപ്പോഴും ഇവിടെ തിരക്കാണ്. ഞങ്ങൾ നേരത്തെ വന്ന സ്ക്വയറിൽ തന്നെയാണ്. ചെറുതായിട്ടൊന്ന് തെന്നി വീണു, നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. തെന്നിയതല്ല, ഇവിടെ ഇങ്ങനെ കണ്ടില്ല. മേടിക്കാം. നമ്മുടെ ടുവേർഡ്സ് നമ്മുടെ സ്ഥലം അല്ല, തണുത്തു പോകും. ആണോ? കണ്ടുപോവാം. അവനെ നീ തള്ളു. ഇച്ചിരി കഴിയുന്നുണ്ടോ? അവൻ ഇരുന്ന് മടുത്തോന്ന് തോന്നുന്നു. അതിന് കുറച്ച് കേട്ടെ, അതിന് സമയം കളയണ്ട. അതിന് ഇവനല്ല ഇനി കാര്യം. അയ്യോ, വഴി തെറ്റി. ഞാൻ ഈ വഴിയാ തോന്നുന്നു. മേലോട്ട് കയറിക്കും. ഇവിടെ വേറൊരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നതാണ് പൗഡർ ടവർ. അർജന്റീൻ സ്റ്റേക്ക് ഹൗസ് ഇവിടെ കാണാം. ഞാൻ വേണം തള്ളാടി വന്നു. നീ വന്നു. ഇവിടുത്തെ ഒരു ബ്രോഡ്വേ സ്ഥലം, കുറെ കടകളൊക്കെ ഉണ്ട്. എല്ലാം അടച്ചൊക്കെ കിടക്കുക. വീക്ക് ഡേ ആയതുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. കണ്ടു ദിവസം ഞങ്ങള് തണുപ്പാവാൻ തുടങ്ങി. സോ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. വീട്ടിലോട്ട്, റൂമിലോട്ട് പോവാം. തേടിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ കയറാം. ശ്രദ്ധിച്ചില്ല, ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെയും ആൽക്കഹോളൊക്കെ കിട്ടുന്നൊരു സൂപ്പർ മാർക്കറ്റാണ്. സ്ലോവേനിയ. ചെറുത് മതി, ഏറ്റവും ചെറുത്. 4 വല്ല ഇവിടെ കിട്ടുന്നുണ്ട്. തുറന്നു നോക്കടി. ഓക്കെ, ഡൺ. ഞങ്ങളെടുത്ത സാധനങ്ങൾ പേ ചെയ്തുകൊണ്ടിരിക്കുന്നു. ടോമിറ്റ്സിന് അവിടെ ലിസി പീപ്പിൾ വാച്ചിങ്. അങ്ങനെ ഞങ്ങൾ ലിഡിലിന് ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങി. അപ്പോൾ ഇരുട്ടാൻ തുടങ്ങി. പക്ഷെ ഇവിടെ നൈറ്റ് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് അത് വേറൊരു വൈബ് തന്നെയാണ്. തണുപ്പുണ്ട്, എന്നാലും സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. നോക്കാം. ബൈ ദ വേ, ഇവിടെ ഞങ്ങള് സൂപ്പർ മാർക്കറ്റ് നോക്കിയിട്ട് നല്ല ഓസ്ട്രേലിയ ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചീപ്പാണ്. ഞങ്ങള് ബിയർ പിന്നെ കുറച്ച് സാധനം എടുത്തിട്ട് തന്നെ $20. നീ ഇപ്പൊ എത്രയാ കൊടുത്തേ? ഇവന്റെ ഒരു ബേബി ഫുഡും ഒരു അതിലാണ് രണ്ടാമത് പോയി വേറെ മറന്നുപോയ സാധനം എടുക്കാൻ പോയി. ഇനി ഞങ്ങൾ ആദ്യം പർച്ചേസ് $20 സംതിങ് ആയുള്ളൂ. എനിക്കൊന്ന് യൂറോപ്പിലും ഞങ്ങളിപ്പം പോയ സ്ഥലത്തൊക്കെ വെച്ച് നോക്കുമ്പം ഉള്ളതിൽ തുണി ഉള്ളതിൽ ഏറ്റവും ചീപ്പായിട്ടുള്ള സ്ഥലം ഇവിടെ തന്നെയാണ്. ഷോപ്പിംഗ് സെന്റർ, അതെ, ബാറ്റ വരെ ഉണ്ട്. ബാറ്റ, ന്യൂയോർക്കർ, ഇതൊക്കെ ദുബായിലുണ്ട്. ഈ ബ്രാൻഡ് ന്യൂയോർക്കറൊക്കെ. ഫുഡ് ലോക്കർ എല്ലായിടത്തും ഉണ്ട്. ഓസ്ട്രേലിയ, അമേരിക്ക. എടി, ആ ബിൽഡിംഗ് നമ്മൾ ഇതുവരെ പോയില്ലല്ലോ. അത് കണ്ടോ? അതെന്തോ കിടസാന. നാളെ പോവാം. അല്ല, ഇതും കാണണം.
ആക്ച്വലി ഞങ്ങൾ മെയിൻ സിറ്റി സെന്ററിൽ തന്നെയാ. ഇവിടെ മോളും ഫുഡും എല്ലാം ഉണ്ട്. മെട്രോ. ശരി, ഞാൻ കുറച്ച് നമ്മൾ പുറത്ത് വരുന്നുണ്ട്. നീ വരുന്നുണ്ടോ? ഞാൻ അന്ന് ഫുഡ് മേടിച്ചോണ്ട് വരാം. എന്താ വേണ്ട നോക്കിക്കോ ഇപ്പോഴേ. ഡേ ഔട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്തി എല്ലാം തുറന്നു കൊടുക്കും ബിസി ആയിട്ട്. നേരെ വന്ന് റോമിക്ക് ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് കിടത്താൻ വേണ്ടി റോമിക്ക് ഇപ്പൊ ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. റോമിയുടെ റേച്ചൽ ചേച്ചി ഇവിടെ ഉണ്ട്. റോമിയുടെ പുതിയ ട്രിക്കാണ്. സ്ക്രീൻ ടൈം ഞങ്ങൾക്ക് ഇല്ലെങ്കിലും ഈ സമയത്ത് മാത്രം ഞങ്ങൾ ഇപ്പൊ കൊടുക്കാൻ പറ്റും ചെറുതായി. വേറൊന്നുമില്ല, മിസ് റേച്ചൽ മാത്രം അല്ലടാ. അങ്ങനെ ഞങ്ങളുടെ നെക്സ്റ്റ് മോർണിംഗ് ആയി. ഞങ്ങൾ എന്നും വീഡിയോ എടുക്കാൻ മറന്നു പോകും. റോമി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഞങ്ങളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. ആക്ച്വലി ഞങ്ങൾ ഇന്നലെ മന്തിയും ഇതൊക്കെ പോയി ഇവിടെ അടുത്തൊരു അറബിക് റെസ്റ്റോറൻറ്റിൽ മേടിച്ചോണ്ട് വന്ന് കഴിച്ചു. അതൊക്കെ വ്ളോഗ് ചെയ്യാൻ മറന്നുപോയി അല്ലേ അല്ലേ റോമി? ഇന്ന് ഞങ്ങളുടെ നാളെയാണ് ഞങ്ങൾ ഇവിടെ നാളെ ഉച്ചയ്ക്കാണ് ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷെ ഇന്ന് ഞങ്ങൾ മാക്സിമം കണ്ടു തീർക്കണം, ആളെ കണ്ടു തീർക്കണം. സോ സൂൺ ഞങ്ങൾ ഇറങ്ങുന്നതായിരിക്കും. ആക്ച്വലി ഇന്ന് ഞങ്ങൾ ഇറങ്ങി. ഇന്ന് റോമി ഇച്ചിരി കരച്ചിലൊക്കെയായിരുന്നു, ടീതിങ് ആണെന്ന് തോന്നുന്നു. പിന്നെയും ഞങ്ങളൊന്ന് ഫുള്ളി പാക്ക് ചെയ്തു. ഒരു പാവായത്ത് ഇരിക്കുന്ന ഇരിപ്പ് കേട്ടോ. പോകാൻ പോലെ അടുത്ത സ്ഥലത്തിലേക്ക്. ഏതാടി? ഞാനും റെഡി. ലിയാണ മീസ പറഞ്ഞിട്ടുണ്ടോ കേട്ടോടി? സോമി അവിടെ അവനെ കയ്യും തൊട്ട് നോക്കിയാടി. മസിൽ പിടിച്ചിരിക്കുന്നതോ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. ഓമാണോ? തലയൊക്കെ തൊട്ട് നോക്കിയാ. ഇത് ചെവിയൊക്കെ അടഞ്ഞിരിക്കുന്നല്ലേ. ഇതിനകത്ത് കയറി 8 ഡിഗ്രീസേ ഉള്ളൂ ഇപ്പം. ഇച്ചിരി സണ്ണിയുമാണ്. സോ ഭയങ്കര തണുപ്പല്ല. റൂമിന് 2, 3, 4 ലെയർ ഇടിച്ചിട്ടുണ്ട്. അകത്ത് 2 എണ്ണം. 3 ജാക്കറ്റ്. ഇപ്പൊ നമ്മുടെ ട്രെയിൻ ആണ്. ഏതാ നമ്പർ? 2. ഞങ്ങൾ 22 അല്ലെ 23 പോകേണ്ടത്. ഈ പഴയ ട്രെയിൻ. പക്ഷെ നമ്മൾ പഴയ ട്രെയിനിൽ നമ്മൾ കേറുന്നില്ല, കാരണം അതിനകത്ത് കുറച്ച് സ്പേസ് കുറവാണ്. എല്ലാരും അമ്മച്ചിമാരൊക്കെ അങ്ങനെയല്ലേ. ഈ ട്രെയിനിൽ വേണേൽ കയറാം, പക്ഷെ മറ്റേതായിരിക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ. കയറാനും ഇത്ര സ്റ്റെപ്സ് ഇല്ല. പിന്നെ അകത്ത് സീറ്റിംഗ് കുറവായിട്ട് സ്പേസ് ഉണ്ട്. സോ ലെറ്റ്സ് സീ. നമ്മളിപ്പോൾ സൈഡൊന്ന് മാറിയിരുന്നു, കാരണം നമ്മുടെ റൂട്ടിലേക്ക് പോകാൻ ഈ സൈഡാണ് വേണ്ടത്. സോ 22 അല്ലെ 23 വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. ഇപ്പൊ 9.221. ഞങ്ങൾ ട്രെയിൻ കയറി. പഴയ ട്രെയിനാണ്, സ്ട്രോളർ ഫ്രണ്ട്ലി ട്രെയിൻ കിട്ടി. റോമിച്ചനോടെ ഇരിപ്പുണ്ട്. ഇച്ചിരി മോങ്ങി അവനെ പുറത്തെടുത്തു. അവിടെ പുറത്തോട്ട് നോക്കും. കോട്ടയം കാണാം. 2 സ്റ്റോപ്സ് കഴിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങാം. നമുക്ക് ഇതിലൊന്നും നടന്നു പോകണ്ടേ? മഹാരാഷ്ട്രയിലെത്തി. റോമിച്ചൻ അവിടെ ഇറങ്ങിയില്ല, ഇറങ്ങാനുള്ള മൂഡിലാണ്. സോ ഇവിടെ ഒരു സ്ട്രീറ്റ് മാർക്കറ്റ് പോലെയുണ്ട്, ഫുഡും പരിപാടികളും ഒക്കെ. എന്തെങ്കിലും വേണോ നിനക്ക്? എടുക്കുവായിരിക്കും. എല്ലായിടത്തും മെഷീനൊക്കെ ഉണ്ട്. ഫാമോസ് മാർക്കറ്റാണ്. ഇപ്പൊ വേണ്ട, പേസ്ട്രി വേണം മേടിച്ചു. ഒരു കോഫിയും കുടിക്കാം, ഇച്ചിരി എനർജി.
പക്ഷെ നമ്മളിപ്പം വെയിറ്റ് നിർത്തി കഴിഞ്ഞാൽ ഇവൻ ചിലപ്പോ അയാളെ ഞാൻ ക്രോസ് ചെയ്യാൻ വഴി തന്നു. നല്ല വെയിലുള്ളത് കൊണ്ട് നല്ല സുഖം. ഇച്ചിരി സുവനിയർ മേടിക്കാൻ ഇവിടെ കയറിയാലോ ലിയോണ? ഇച്ചിരി ഞാൻ ആട്ടിക്കോളാം, നീ കയറിക്കോ. അത് ഞാൻ അകത്തോട്ട് വരാം, അവൻ കാഴ്ച കണ്ടോട്ടെ. ഇവിടെ ഫ്രിഡ്ജ് നിറയ്ക്കാൻ സുവനിയർ നോക്കുവാണ് ഞങ്ങള്. അങ്ങനെ ഞങ്ങള് ഇവിടുത്തെ സ്ട്രീറ്റ്സിലൂടെ ഞങ്ങൾ സുവനിയർ മേടിച്ചു. സ്ട്രീറ്റ്സിലൂടെ ഞങ്ങൾ നടക്കാൻ പോകും. അപ്പൊ ഇവിടെ ഫുൾ ഒരു ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ ഇത്രയും കഞ്ചാവ് ഷോപ്പ് ഉള്ളത് കൊണ്ട് ചെറുതായിട്ടൊരു കഞ്ചാവ് അടിച്ചതല്ലേ ഒന്ന് ചെറിയ ഒരെണ്ണം. പപ്പ മമ്മിയൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്നും വിചാരിക്കല്ലേ, ചെറിയ ഒരെണ്ണം അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ചെറിയ ഒരെണ്ണം ലിയോണ കഴിക്കുന്നില്ല, എന്നാണ് ഫീഡിങ് ആയതുകൊണ്ട്. ചെറിയ വല്ലോ മറ്റേ ബ്രൗണി പോലത്തെ കേക്ക് അങ്ങനത്തെ എന്തെങ്കിലും ട്രൈ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അവിടെ ആളില്ലാത്തൊരു ആണോ? എന്തോ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. അതാണോ ആ പള്ളി? ഈ റെസ്റ്റോറൻറ്റ് ഇവിടെ കയറണോ? ഇവിടെ കയറണോടി? ഇവിടെ കൂടുതൽ ആൽക്കഹോളും ഒക്കെയാ, നിനക്കപ്പൊ കുടിക്കാൻ പറ്റത്തില്ലായിരിക്കും. ഇവിടെ എന്തോ റെനോവേഷൻ പണികൾ നടക്കുക. അവരുടെ ഭാഷ വേറെയാണ്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്നൊന്നും നമുക്ക് മനസ്സിലാവൂല. സോ എന്നാലും ഇംഗ്ലീഷ് ഉണ്ട്. പക്ഷെ ഇതുപോലത്തെ നല്ല നല്ല സ്ട്രീറ്റ്സ് ആയി ഇവരുടെ, അല്ലേ? പക്ഷെ സ്ട്രോളർ കൊണ്ട് നടക്കാൻ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്, പുലുക്കമുണ്ട്, മറ്റേതുപോലെ സ്മൂത്ത് അല്ലാത്തത് കൊണ്ട്. ഇങ്ങനത്തെ കല്ല് വരുന്നിടത്ത് കുറച്ച് സീന. ഇവിടെ ഒരു മാൻഡറിൻ ഓറിയന്റൽ എന്തോ ചൈനീസ് റെസ്റ്റോറന്റ് ആണെന്ന് തോന്നുന്നു. അയ്യോ, നമുക്ക് വഴി മാറിപ്പോയെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. അല്ല, ടോയ്ലറ്റ് ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു പാർക്കിലെത്തി. ലിയോണിക്ക് ഫീഡ് ചെയ്യാൻ സ്ഥലം ഉണ്ടായി, അവിടെ തിരക്കുപോയ, പക്ഷെ നല്ല ഉറക്കത്തില്ല. സോ ഞങ്ങൾ ഇതിനകത്ത് ഉറക്കുക. നല്ല വെയിലുള്ളതുകൊണ്ട് അതിമനോഹരമാണ്. തണുപ്പുണ്ടെങ്കിലും വെയിലുള്ള ദിവസം അതിമനോഹരമാണ്. മൂടിക്കെട്ടിയാലാണ് ഇത് വരുന്നത്. പക്ഷെ അതിമനോഹരമായി റോമി അവിടെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇവിടെ നമുക്കൊരു അരുവിയൊക്കെ കാണാം. ഫോൾ ആയതുകൊണ്ട് ലീവ്സ് ഒക്കെ വീണുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ഫോട്ടോ എടുക്കണ്ടേ ഇവിടുന്ന്? അതിനാണ് നല്ല സണ്ണി ആയതുകൊണ്ട്. അവിടെയാണോ? ഇങ്ങോട്ട് തിരിഞ്ഞു. നല്ല ബെസ്റ്റ് ടീമായിരുന്നു കേട്ടോ. അതൊക്കെ വരെ നിന്നിട്ട് ഇവിടെ എന്തോ ഒരു റിസർവോറോ ഡാമോ എന്തോ ആണോന്ന് സംശയമുണ്ട്. ഓവർഫ്ലോ ചെയ്ത് വെള്ളം വരും. സോ എന്താ സംഭവം എന്ന് അറിയത്തില്ല. അവിടുത്തെ മതിലല്ല, പാലങ്ങൾ കാണാം. അപ്പുറത്തെ വീടുകൾ കാണാം. അങ്ങ് ആകാശത്ത് ഒരു ഫ്ലൈറ്റ് പോകുന്നത് കാണാം. അതിമനോഹരം. ഊബർ ബോട്ടാണോ? അല്ല, ട്രാക്ക് ബോട്ട്സ്. വൈദ്യുതി ലണ്ടനിൽ ഊബർ ബോട്ട് ഉണ്ടായിരുന്നു. ഊബറിൽ ബുക്ക് ചെയ്ത് പോകാം.
ജോസഫുമാരുടെ ആരാണ്ട ജോസഫ് ഡോബ്രോസ്കി ആണ് അവിടെ. ഇവിടെ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ വന്നിട്ടുണ്ട്. ഒരു പട്ടി. നമുക്ക് സണ്ണ് പോകുന്നതിന് മുമ്പ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. ഇന്നലെ ആണല്ലോ വൈകുന്നേരം ആയപ്പം ക്ലൗഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭംഗി പോകും. റിയോണ, ഇന്ന് നീ എന്നാ പറഞ്ഞ? ഇപ്പൊ നിനക്ക് റോമാണ് കൂടുതൽ ഇഷ്ടം. പറ. ഇവിടെ ഈ വണ്ടി റെന്റ് എടുത്ത് പോവാം. നമ്മള് ഇവനില്ലായിരുന്നു നമുക്കും ട്രൈ ചെയ്യാം. ഇൻട്രസ്റ്റിംഗ്. നിനക്ക് പ്രാഗ് ആണോ ഇപ്പൊ കൂടുതൽ ഇഷ്ടം കണ്ടതല്ലേ? അല്ല, അങ്ങനെ പ്രാഗ് ആ മെയിൻ ഓൾഡ് ടൗൺ വ്യൂ ആയിരുന്നു ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ പറയുമായിരുന്നു റോം എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ മാക്സിലും ഒന്നും കൂടെ ഒരു കേളി ഫെമിനിൻ ആണ് പ്രാഗ്. ഇതുപോലെ കളർഫുൾ ഒന്നും അല്ല റോം. റോം നല്ല വൈറ്റ്, നല്ല മാർബിളും ഇത് വന്നു. പ്രൗഡി ഉണ്ട്, പ്രൗഡി. അതെ, ഇത് കാണാൻ ക്യൂട്ടാണ്. ഇതിനും ഇതിന്റെ ഭംഗിയുണ്ട്. രണ്ടിനും അതിൻ്റെതായ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി. റൈറ്റ്. എവിടെ ക്യാമറ വെച്ചാലും നല്ല ബ്യൂട്ടിഫുൾ വിഷ്വൽസ് ആണ്. സോ ആണോ ഈ വേൾഡ് തന്നെ പ്രത്യേകത? അപ്പൊ കണ്ടിട്ട് കാഴ്ച ഇവിടുത്തെ ലെനൺ വോളില് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെ എഴുതാം, ഒന്നിട്ടിടാം. നമസ്കാരം. ഇവിടെ ഫുൾ ഒരു വോളാണ്. ആ വോളിൽ ഇങ്ങനെ പെയിന്റിങ്സും കാര്യങ്ങളൊക്കെ. അവിടെയാണ് നമ്മൾ നമസ്കാരം. മലയാളികൾ എല്ലായിടത്തും എന്നാൽ ചാടി അവിടം വരെ പോയി അവർ എഴുതിയില്ല. എങ്ങനെ അവർ എഴുതിയാവും അല്ലേ? നമ്മളിവിടെ ഒരു സ്ട്രീറ്റിലെത്തി. ഇവിടെ ഒരു വീട് ഷോപ്പ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഒന്ന് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിക്കാം. ഈ വീട് ഷോപ്പിൽ കയറി ഞാനൊരു ഗമ്മി മേടിച്ചു. അവിടെ അത് മാത്രമല്ല, എല്ലാ ഷാംപൂ തൊട്ട് സ്ട്രോങ്, നോർമൽ, റോ വീഡ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഞാൻ ഒരെണ്ണം കഴിക്കാനുള്ള പ്ലാനിലാണ്. സോ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ഞാൻ മീഡിയം ആണ് മേടിച്ചത്. ഞാനൊരു കോഫി പറഞ്ഞു, റോമിയോ എണീറ്റു, ലിയോണിക്ക് കക്കാവ് പറഞ്ഞു. ഫുഡ് ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്തു. ഫുഡ് ഓർഡർ ചെയ്തു. ലിയോൺ എന്നാടി പറഞ്ഞ എന്തോ ട്രഡീഷണൽ ബീഫാണ്. ബീഫല്ലേ? ഞാൻ ഡക്ക് റോസ്റ്റ് വന്നു. ട്രഡീഷണൽ ഡക്ക് റോസ്റ്റ് വിത്ത് സംതിങ്. റോമിച്ചനോട് എനർജിയൊക്കെ എടുത്തു വന്നിട്ടുണ്ട്. ഇതിന് ഫുഡ് കൊടുക്കാന്ന് വെച്ചു. അവൻ ആൾക്കാരെ പീപ്പിൾ വാച്ചിങ് ആണ്. അതിന്റെ ഇടയ്ക്ക് റോമി ഫുഡ് ഇഷ്ടപ്പെട്ട തൂക്കല്ല വേണ്ട, നീ ഫോഴ്സ്ഫുള്ളി കൊടുക്കണ്ട. എന്റെ ഡക്ക് റോസ്, ലിയോണയുടെ ട്രഡീഷണൽ ബീഫ് സംഭവമാണ്. റോമിച്ചൻ ചെറുതായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആണ് റെസ്റ്റോറന്റ്. കേരള കഴുതേ. റോമി ഇരുന്നു. എന്നാ സുഖ റോമിക്ക്, ഒന്നും അറിയണ്ട. എന്നാലും നീ അവിടെ പോയെന്നല്ല. ഞങ്ങൾ പ്രാഗ് കാസിൽ പുറത്തുനിന്ന് കണ്ടു. അത് ഒത്തിരി സ്റ്റെപ്പും ഇതൊക്കെ ഉണ്ട്. പുറത്തുനിന്ന് ഞാൻ അതിന്റെ ഇത് കണ്ടു, ഡോം കണ്ടു. ബാക്കി നമ്മള് താഴെ നിന്ന് ലോങ് വ്യൂവിൽ കാണാമെന്ന് വിചാരിച്ചു. കാരണം ഒത്തിരി സ്റ്റെപ്സും ഇതുകൊണ്ട്. അല്ല പിന്നെ ബസ്സൊക്കെ പിടിച്ച് കുറെ കയറണം. അതുകൊണ്ട് ഞങ്ങള് ഇറക്കം ലിയോണ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വേറെ ചില കാഴ്ചകൾ കാണാം.
ഞാൻ ആ ചെറിയ ഗമ്മി ഒരെണ്ണം അടിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ചെറിയൊരു കൊണ്ട് ഭയങ്കര ഹിറ്റായിട്ടും ഇല്ല. അത്യാവശ്യം ഉണ്ട് ഇറക്കമൊക്കെ ഇറങ്ങുമ്പോ. ഞാൻ വേണേ പിടിക്കാടി. ഈ ഇവിടെ ഉണ്ണീഷോടെ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഒരു ഗിഫ്റ്റ് ഷോപ്പാണ്. അതേടി വ്ലോഗ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഒരു ബേക്കറി പോയി കുറച്ച് സാധനങ്ങൾ മേടിച്ചു. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഫുഡ് ഓർഡർ ആയിട്ട് വെയിറ്റിംഗ് ആണ്. ഇന്നത്തെ പ്രാങ്കിലട്ടിന എങ്ങനെ ഫുഡും മേടിച്ചു, ഡെസേർട്ടും മേടിച്ചു. വീണ്ടും നമ്മുടെ റൂമിലേക്ക്. ഗുഡ് മോർണിംഗ് ഓൾ. അപ്പൊ നമ്മുടെ ആരിലൊക്കെ നമ്മുടെ ലാസ്റ്റ് ഡേ ഇൻ പ്രാഗാണ്. ആക്ച്വലി ഇവിടുത്തെ കുറെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല ഞങ്ങള്. ഇന്നലെ ഞാൻ കഞ്ചാവ് അടിച്ചായിരുന്നു. അതായത് അതിന്റെ ജെല്ലി സംഭവം ഒരെണ്ണം അടിച്ചപ്പോ തന്നെ കിളി പോയി. ഒരു 3-4 മണിക്കൂറത്തെ കിളി പോയി. അതുകൊണ്ട് ബാക്കി കഴിക്കുന്നില്ല. അയാൾ പേടിയായി പോയി അത് കഴിച്ചിരുന്നു. സോ അതിവിടെ കളഞ്ഞിട്ട് പോവുകയാണ്. അത്ര നല്ല സുഖമുള്ളൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു. സോ I wouldn't recommend to all. അങ്ങനെ ഞാൻ ഇവിടെ ഇന്നലെ മേടിച്ചേടി. നീ നിന്റെ ഇത് കുടിച്ചില്ലല്ലോ. ഇത് കളയാൻ പോവാണ്. കാരണം ഇത് ഇത്തിരി റിസ്കി ഒന്നുമല്ല. വേണം കുറച്ചിട്ട് അടിക്കാൻ, പക്ഷെ വേണ്ട. Goes to the waste. Search. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ എയർബിൻബി ആയിരുന്നു ഇത് ഇത്രയും ദിവസത്തെ. ആക്ച്വലി കുറച്ച് എടുക്കാൻ ലേറ്റായി. ഇവിടെ കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സ്റ്റോർ റൂമാണിത്. ഇതിനകത്ത് ജസ്റ്റ് ക്ലീനിങ് സ്റ്റഫൊക്കെ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ വേസ്റ്റ് ഒക്കെ കെട്ടി ഇവിടെ വെച്ചേക്കുക. എനിവേസ്, നല്ല ബ്യൂട്ടിഫുൾ വിൻഡോസ് വിത്ത് അടിപൊളി വ്യൂ പുറത്തോട്ട്. ഇങ്ങനെ ഇതുവഴി നടക്കുമ്പോൾ ഇവിടെ ഒരു കിച്ചൺ. റൂമിനെ ഇപ്പോൾ ഇവിടെ പിടിച്ചിരുത്തേക്ക്. ഇവിടെ ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ. അഗൈൻ ബ്യൂട്ടിഫുൾ വ്യൂ ഔട്ട് ഇൻ ടു ദ കോർട്ട്യാർഡ്. ആൻഡ് ഇതെല്ലാം ഇവിടെ ഡിഷ് വാഷറും ഇത് കാണാം, ഇൻ്റഗ്രേറ്റഡ് ആണ്. അതെ, എല്ലാം എടുത്തു. ഇവിടെ 2 സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് ഒരു കുഞ്ഞ് സിറ്റിംഗ് റൂം വിത്ത് TV, സോഫ ആൻഡ് കോഫി ടേബിൾ. അതാണ് ഒരു കിങ് സൈസ് ബെഡ്. അഗൈൻ ബ്യൂട്ടിഫുൾ വിൻഡോസ്, നല്ല വ്യൂ. ഇവിടെ ഓട്ടം സീസൺ ആയതുകൊണ്ട് നല്ല വ്യൂ ആ പുറത്തോട്ട്. ഇങ്ങനെ തുറന്ന് കാണിക്കാം. നോക്കൂ, അതാണ് ഇത്. പിന്നെ ഇവിടെ കുറച്ച് വാർഡ്രോബ് സിറ്റുവേഷൻ. ഇതാണ് ഇവന് കോട്ട് സെറ്റ് ചെയ്തത്. ബേസിക്കലി ഞങ്ങളൊരു പ്ലേ പെൻ ആയിട്ടാണ് യൂസ് ചെയ്തത്. ഇവൻ ഞങ്ങളോടെയാണല്ലോ കിടന്നുറങ്ങുന്നത്. ഇവിടെയാണ് ബാത്റൂം. ഇതാണ് ബാത്റൂം. ഒരു ഷവർ. ഇത് ഹീറ്റഡ് ടവൽ ഉണക്കാനുള്ള സാധനമാണ്. ഹായ്, ഞങ്ങൾ അടുത്ത് ഇനി വിയന്നയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ട്രെയിൻ യാത്രയൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലും വെച്ച് കാണാം.